KPAC-യുടെ മുടിയനായ പുത്രൻ നാടകം എന്നതുപോലെ തന്നെ സിനിമയിലും വൻ വിജയമായി. അതുകൊണ്ടായിരിക്കണം ടി വാസുദേവൻ്റെ അസോസിയേറ്റഡ് പിക്ചേഴ്സ് തങ്ങളുടെ അടുത്ത ചിത്രമായി KPAC-യുടെ മറ്റൊരു നാടകമായ പുതിയ ആകാശം പുതിയ ഭൂമിയെ ചലച്ചിത്രമാക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ പുതിയ ആകാശം പുതിയ ഭൂമി അത് സംവിധാനം ചെയ്യാൻ ടി വാസുദേവനെ ഏൽപ്പിച്ചത് MS മണി എന്ന എഡിറ്ററെയാണ്. അദ്ദേഹം എഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ്റെ എല്ലാ മനോധർമ്മങ്ങളോടും വെച്ചു പുലർത്തുന്നതാണ് എഡിറ്റർ. ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും ഒരു സംവിധായകൻ്റെ ഭാവനയെ ഉത്തേജിപ്പിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രംഗങ്ങളെല്ലാം ഒരു അടുക്കൽ ചുറ്റോടുകൂടിയും ചിലപ്പം അതീവ ശ്രദ്ധയോടെ ഒരു എഡിറ്റിംഗ് ചെയ്തില്ലെങ്കിൽ അത് പാകപ്പുഴ ആർന്നു വരാം. അങ്ങനെ സിനിമയെ മനോഹരമാക്കാൻ എഡിറ്റിങ്ങിൻ്റെ കഴിവ് വേറൊന്നാണ്. അങ്ങനെ എഡിറ്റിംഗ് അറിയാവുന്ന ഒരാൾക്ക് സംവിധാനം ചെയ്യാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് MS മണി സിനിമയിലൂടെ. ഈ സിനിമയ്ക്കും ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ് പാട്ട് ചെയ്തേക്കുന്നത്. അതിലെ പാട്ടുകളിൽ ഒന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അത് താമരത്തുമ്പി വാ വാ താരാട്ടു പാടാൻ വാ താമരത്തുമ്പി വാ താരാട്ടു പാടാൻ വാ താളം പിടിക്കാം ഞാൻ മണിത്തമ്പുരു മീട്ടാം ഞാൻ താമരത്തുമ്പി വാ വാ താരാട്ടു പാടാൻ വാ വാ താളം പിടിക്കാം ഞാൻ കരൾ തമ്പുരു മീട്ടാം ഞാൻ എന്ന് തുടങ്ങുന്ന യുഗ്മഗാനം വളരെയധികം ഹിറ്റാവുകയും ചെയ്തു. എല്ലാം എല്ലാത്ത പ്രാസത്തിൽ എഴുതുന്ന ഭാസ്കര മാസ്റ്റർ പ്രത്യേക കഴിവ് തന്നെയാണ്. അത് ഈ ഗാനത്തിലും നമുക്ക് അതിയായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ പ്രശസ്തമായ ഒരു പാട്ട് ജഗന്നാറാണി പാടിയാണ്. ആശരനൻ പൂന്തേൻ അറിയാതെ മോന്തി ഞാൻ ആശതനൻ പൂന്തേൻ അറിയാതെ മോന്തി ഞാൻ കാലിടറി വീഴും. ആശയാകുന്ന പൂന്തേൻ അറിയാതെ നോന്തുകയും നമ്മളെല്ലാവരും മനോരാജ്യങ്ങളിലും ആശകളിലും പതിഭ്രമിച്ച് അറിയാതെ ജീവിതത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് കാലിടറി വീഴുന്ന ഒരു കാഴ്ചപ്പാട് നായികയുടെ കഥ ചിത്രീകരിക്കുന്ന ഒരു പാട്ടാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ പ്രശസ്തങ്ങളെ പാട്ടുകൾ ഭാസ്കര മാസ്റ്റർ ജയത്തിനകത്ത് തുടരുകയാണ്. ഉണ്ണിയാർച്ചയും ആ സമയത്ത് ഇറങ്ങിയായിരുന്നു. ഉണ്ണിയാർച്ചയിലെ പാട്ട് നിൽക്കെല്ലാം ആരും അറിയാതിരിക്കാം. അന്നോ നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാൻ അറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അതെ, കുഞ്ഞിരാമനെ ആദ്യം കണ്ട ആഴ്ച തന്നെ ഉണ്ണിയാർച്ചയ്ക്ക് അനുരാഗമെന്തെന്ന് അറിഞ്ഞു. അതുപോലെ വിരഹത്തിൻ്റെ വേദനയും അറിഞ്ഞു. അകലത്തിനുണ്ടുള്ള അതിമനോഹരമായ ആ പാട്ട് കഴിഞ്ഞു. ഉദയയുടെ ഉമ്മയിൽ പ്രവേശനം ഉദയ സ്റ്റുഡിയോയ്ക്കകത്ത് കയറിയ ഭാസ്കര മാസ്റ്റർ ഏകദേശം കൃഷ്ണ വിജയല വരെ ഉദയയിൽ തുടർന്നു. രാഘവ മാസ്റ്ററുമായിട്ടും ബാബുരാജുമായിട്ടും ഒക്കെ ടീമുകളിൽ ഉദയയുടെ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് പാലാട്ട് കോമനിലേക്ക് വയലാർ എത്തുന്നത് വരെ ആ നില തുടർന്നു. വയലാറിന് ശേഷം പിന്നീട് ഭാസ്കര മാസ്റ്റർ അവിടെ എത്തുന്നത് വയലാറിൻ്റെ മരണശേഷമാണ് എത്തുന്നത്. അങ്ങനെ അപ്പോൾ ഭാസ്കര മാസ്റ്റർ അങ്ങനെ മറ്റ് സ്വന്തമായിട്ട് നിർമ്മാണ കമ്പനി തുടങ്ങുകയും സംവിധാനം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത് അങ്ങനെ നിർമ്മാണം, സംവിധാനം, പ്രൊഡ്യൂസർ എന്ന നിലകളിലേക്ക് തിരഞ്ഞപ്പോൾ ആ രചനയും ഒരു വശത്തേക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത ചിത്രങ്ങളിലേക്ക് മാത്രമായി. അതാണ് നമുക്കിനി കാണാൻ കഴിയുന്നത്.